നമ്മുടെ അനിമോളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയിലാണ് ആദില നൂറ. ഇവിടെ അടുത്ത ആഴ്ച പോകും എന്ന രീതിയിലാണ് ചർച്ച. അപ്പം നമ്മുടെ ആദില പറയുന്നുണ്ട് അക്ബർ, നെവിന്, സാബുമാന, ഞാൻ ഈ 4 പേര് പോകാനാണ് സാധ്യത എന്ന് അക്ബർ പറഞ്ഞെന്ന്. അപ്പം നൂറ് ചോദിക്കുന്നുണ്ട് അക്ബർ പറയുന്നത്. എന്തായാലും ഏറ്റവും കുറവ് തോന്നുന്നത് മോൾക്കും സാബുമാനുമാണ് സപ്പോർട്ട്. അപ്പം നിങ്ങളൊരാൾ പോകാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. നെവിൻ പോവില്ല എന്ന് നെവിൻ പറഞ്ഞു എന്ന് ആദില പറയുകയാണ്. അപ്പം നൂറ പറയുന്നത് ശരിയാണ്, അവൻ പോവില്ല, അവൻ ആവശ്യത്തിന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഈ ക്യാഷിൻ്റെ മണി ഗെയിമിൽ അവന് കളിക്കാൻ പറ്റുന്നില്ലെങ്കിലും അതും അവനൊരു കണ്ടന്റ് ആണല്ലേ. അവന് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാർക്ക് അവനോടൊരു സോഫ്റ്റ് കോർണർ വരാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ഒന്നും ചെയ്യാത്തത് അനിമോളാണ്. അപ്പം അനിമോളെയാണ് ആദില നൂറ ഇങ്ങനെ ചൂണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം അനിമോൾ ഒന്നും ചെയ്തിട്ടില്ല. എവിടേക്കോ എന്തൊക്കെയോ കത്തിച്ച് വിട്ടാണ് അനിമോൾ നടക്കുന്നത്. കൺഫെഷൻ റൂമിൽ പോയി വന്നതിന് ശേഷമാണ് അവളൊന്ന് ചാർജ് ആയത് പോലും. അവൾ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. അവൾ ആകെപ്പാടെ മിണ്ടുന്നത് അനീഷേട്ടനോടാണ്. അവൾക്ക് ഒറ്റപ്പെട്ട് നടക്കാനാണ് ഇഷ്ടം. അവളുടെ ഈഗോ നമ്മളോട് വന്ന് മിണ്ടാൻ അവളെ അനുവദിക്കുന്നില്ല. അവൾ എന്നോട് വന്ന് മിണ്ടിയാലേ ഞാൻ അവളോട് മിണ്ടുള്ളൂ എന്നൊക്കെ നൂറ പറയുകയാണ്. അപ്പോൾ അതിൽ പറയുന്നു അതെ, അതുപോലെ തന്നെയാണ് ഞാനും. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുഖത്ത് നോക്കി പറയും, അവൾ എന്നോട് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും. പക്ഷെ അവൾ വെയിലത്ത് ചെരിപ്പിടാതെ നിന്നപ്പോൾ എൻ്റെ കാലിൽ കയറി നിന്നോളാൻ ഞാൻ അവളോട് പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ ഫ്രണ്ടായിരുന്നില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഈഗോ വരുമ്പോഴാണ് ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനുമോളെക്കുറിച്ചുള്ള കുറ്റം പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുമായിരുന്നു. എല്ലാവരും ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുമോളെ എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെ അനുമോളോടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു. അപ്പോൾ 2 പേര് നൈസായിട്ട് പ്ലേറ്റ് മാറ്റാണ്. പക്ഷേ അനുമോൾ ഇവരെ അടുപ്പിക്കുന്നില്ല. അത് നല്ല കാര്യം. അനുമോൾ ഇവരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ ഇനിയും അനുമോളെ ടാർഗറ്റ് ചെയ്യും, ഇനിയും അനുമോളെ കുത്തും, ഇനിയും അനുമോളെ ഇട്ട് കൊടുക്കും. അതിനേക്കാട്ടിൽ ഭേദം ഇങ്ങനെ പോകുന്നത് തന്നെയാണ്. എന്തായാലും മോളുടെ ക്യാപ്റ്റൻസിയിൽ നല്ലതൊന്നും ലാലേട്ടൻ പറയില്ല എന്ന് ആദില പറയുമ്പോൾ, മനഃപൂർവ്വം എൻ്റെ ക്യാപ്റ്റൻസി നല്ലതാക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല, അത് മോളാണ് ചെയ്തതെന്ന് ആദിലോട് നൂറ പറയുന്നുണ്ട്. ആദില ഇങ്ങനെ ക്യാപ്റ്റൻസി നല്ലതാക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് നൂറ പറയുന്നത്. എന്തായാലും അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ചെറിയൊരു കശപിശ നടപ്പുണ്ട്. അനുമോളാണ് ഈ ആഴ്ചയിൽ ഒന്നും ചെയ്യാത്തത്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവേണ്ടത് അനുമോളാണ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ടോക്ക് ഇവർക്കിടയിൽ നടന്നു. അതാണിപ്പോൾ സംഭവിച്ചത്. എന്തായാലും നൂറ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നൂറയുടെ ക്യാരക്ടർ അപാരമാണ്.